പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. വരുൺ ഇനിയും ഇങ്ങനെ മണ്ടം കളിച്ച് നടന്നാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് വരുന്നു. ഇതിന്റെ ഭാഗമായി ഇനി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ വിവാഹം നടക്കുക തന്നെ വേണം. അത് കൺമണിയുമായി വിചാരിച്ച ദിവസത്തിൽ, വിചാരിച്ച സമയത്തിൽ, അതിൽ ഒരു മാറ്റവും പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ വരുൺ. ഇത് കണ്ട് കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു. എങ്ങനെയാണ് എതിർക്കുക എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് അവൾ. ഞാൻ എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇതുവരെ നീയൊക്കെ എന്നെ പൊട്ടം കളിപ്പിച്ചില്ലേ, ഇനി നിന്നെയൊക്കെ ഞാൻ കളിപ്പിക്കാം. എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. നീയൊക്കെ കളി കാണാൻ തയ്യാറായി ഇരിക്കെ, മനസ്സിലായോ? ഇതോടെ വീട്ടിലുള്ള എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുന്ന വരുൺ വിവാഹത്തിന് യാതൊരു കുറവും ഉണ്ടാകരുത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, അമ്മായിമാർക്ക് ഡ്രസ്സ് നൽകുന്നു. എല്ലാവരും കൃത്യസമയത്ത് പന്തലിൽ ഉണ്ടാകണം. ആ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്. നിങ്ങൾക്ക് വേണ്ടിയ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. എല്ലാവരും എല്ലാം അണിഞ്ഞു വേണം അവിടേക്ക് വരാൻ, മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് അമ്മായിമാർ ആകെ പകച്ചു പോവുകയാണ്. ഇതേ തുടർന്ന് ധനലക്ഷ്മിയെ ചെന്ന് കാണുകയാണ് വരുൺ. ഇതാ പൈസ. ഒരുക്കങ്ങൾ കൃത്യമായി നടന്നിരിക്കണം, അതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ കൃത്യസമയത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇനി പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് നടക്കാത്തത് എന്ന് പറയരുത്. അല്ല മോനെ, ഇതിപ്പോ നിനക്ക് കാര്യങ്ങളെല്ലാം കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യവും നടക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു. ഇതേ സമയം ഓഫീസിലേക്ക് എത്താൻ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷ്. ഇതിനിടയിലാണ് ആന്റിയമ്മ കൃഷിനെ തടയുന്നത്. എന്താ ആന്റിയമ്മ, എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, നമുക്ക് വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഇതോടെ ആന്റിയമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് തൻ്റെയും കൺമണിയുടെയും വിവാഹത്തെ കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്. അതിനെന്താ, സംസാരിക്കാമല്ലോ, ഒരു തീരുമാനവും ഉണ്ടാക്കാം എന്ന് കൃഷ് പറയുന്നു. ഇതോടെ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് മാനസികമായുള്ള വിവാഹം ഉടൻ തന്നെ നടത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആന്റിയമ്മ. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കേട്ട് കൃഷാകെ പകച്ചു പോകുന്നു. ഇതിനിടയിലാണ് കൺമണിയുടെ ഫോൺ കോൾ കൃഷിനെ തേടി എത്തുന്നത്. എന്താ കൺമണി, എന്തു പറ്റി? കൃഷ് സാർ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. അതെന്ത് സംഭവിച്ചു? ഇവിടേക്ക് വരുൺ വന്നിട്ടുണ്ട്. വിവാഹം നടത്താൻ പോവുകയാണ് എന്നും പറഞ്ഞ് ആളുകളെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്താണ് ഇപ്പോൾ അവൻ നടത്തുന്നത്. കൺമണി, നീ പേടിക്കാതിരിക്കെ. ഒരു വിവാഹവും നടക്കാൻ പോകുന്നില്ല. നിന്റെ കഴുത്തിൽ എൻ്റെ താലിയുള്ളപ്പോൾ വേറെ ആരാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയണം. ഞാൻ അങ്ങനെ കാര്യങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ഞാൻ അവിടേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട്. നീ ധൈര്യമായിരിക്കെ, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇത് നിനക്ക് ഞാൻ നൽകുന്ന വാക്കാണ് എന്ന് കൃഷ് തറപ്പിച്ചു പറയുന്നു. പക്ഷേ ഇതിനിടയിലാണ് ആന്റിയമ്മയും
മാനസികം ചേർന്നുകൊണ്ട് കൃഷിന് അടുത്ത പണി നൽകുന്നത്. ഇതോടെ കൃഷാകെ ലോക്കായിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്ത വിധത്തിൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.